നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ മഴയായതിനാൽ പച്ചക്കറിക്ക് വളമിടാനുള്ള തീരുമാനം മുകുന്ദനുണ്ണി മാറ്റിവെച്ചു. വന്ദന കോളേജിലേക്ക് പോയിരുന്നു. ഉണ്ണിമോളും വൃന്ദയും യൂണിഫോം ധരിച്ച് ബാഗും കുടയുമായി പൂമുഖത്തേക്ക് വന്നു. അച്ഛൻ കൊണ്ടുവിടാം മക്കളെ. വേണ്ടച്ചാ, മഴയത്ത് കുട പിടിച്ചു പോകാൻ നല്ല രസാ, വൃന്ദ പറഞ്ഞു. രണ്ടുപേരും കുട നിവർത്തി പിടിച്ച് ചാറ്റൽ മഴയിലേക്ക് ഇറങ്ങിപ്പോയി. ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞുമോൻ വിളിച്ചായിരുന്നു ഉണ്ണിയേട്ടാ? വിളിച്ചിട്ടെന്നാ ചെയ്യാനാ? അയാൾ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയല്ലേ. ഉണ്ണിയേട്ടൻ അങ്ങനെ തീർച്ചപ്പെടുത്തിയോ? അയാൾ അവളെ നോക്കി. പിന്നെ നീ എന്നതാ വിശ്വസിക്കുന്നത്? ചന്ദ്രദാസ് വരുമെന്നോ? ആ ചോദ്യം അവളുടെ ഹൃദയത്തിൽ കൊണ്ടു. പിന്നെയും എന്തൊക്കെയോ പറയാൻ വന്നെങ്കിലും അയാൾ നിയന്ത്രിച്ചു. അയാൾ ഇവിടെ നിന്ന് പോകുന്നെന്ന് കേട്ടപ്പോൾ വിഷമിച്ച ആളല്ലേ ഉണ്ണിയേട്ടൻ? അതിനയാൾ പോയില്ലല്ലോ. ജീവനോടെ അല്ലെങ്കിലും ശരീരം ഇപ്പോഴും ഇവിടെ തന്നെയില്ലേ? ദേവയാനി അകത്തേക്ക് കയറിപ്പോയി. മഴ മാറിയപ്പോൾ മുകുന്ദനുണ്ണി ഡ്രസ്സ് മാറി വന്ന് വണ്ടിയിൽ കയറി. വണ്ടി റോഡിലേക്ക് കയറിയപ്പോൾ അശോകൻ കൈ കാണിച്ചു. മുകുന്ദനുണ്ണി വണ്ടി നിർത്തി. മലങ്കരയ്ക്കാണോ? അതെ, ഞാനും വരുന്നു. അശോകൻ കയറി ഡോർ അടച്ചു. ഇന്നലെ വൈകിട്ടാ ഞാൻ വിവരമറിയുന്നേ. ഡാമിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും അല്ലേ മുകുന്ദ? അങ്ങനെയൊരു ഊഹം പറയാനും പറ്റില്ല. ചിലപ്പോഴെവിടേക്കെങ്കിലും പോയതായിക്കൂടെ? ഫോൺ എടുക്കാതെ ക്വാർട്ടേഴ്സും തുറന്നിട്ടിട്ട് പോവോ? സംശയിക്കാൻ ഒന്നുമില്ല. മുകുന്ദനുണ്ണി പിന്നീടൊന്നും പറഞ്ഞില്ല. ക്വാർട്ടേഴ്സിലേക്കുള്ള റോഡ് തിരിയുമ്പോൾ ആളുകൾ നടന്നു പോകുന്നത് കണ്ടു. ആളുകളൊക്കെ വിവരമറിഞ്ഞു. ഇന്നലെ വൈകിട്ടോടെ ന്യൂസ് ഫ്ലാഷായില്ലേ? പോലീസ് ജീപ്പുകളും ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പുകളും റോഡിന്റെ ഇരുവശത്തും പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് പോലീസുകാരെ കണ്ടു. മുകുന്ദനുണ്ണി ബൊലോറോ ഒതുക്കിയിട്ടിട്ട് നടന്നു ചെന്നു. ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് പുതിയ CIയും SI പ്രശോഭനും ഇറങ്ങി വരാന്തയിലേക്ക് വന്നു. മതിലിൽ ചാരി നിന്ന കുഞ്ഞുമോന്റെ അടുത്തേക്ക് മുകുന്ദനുണ്ണി ചെന്നു. മുകുന്ദേട്ടനെ CI അന്വേഷിച്ചിരുന്നു. നമ്മളൊക്കെയാണല്ലോ ചന്ദ്രദാസ് സാറിൻ്റെ ഏറ്റവും അടുത്ത പരിചയക്കാര്. വിവരങ്ങൾ ചോദിച്ചറിയാനാവും. പോലീസ് ഇന്നലെ തന്നെ ചന്ദ്രദാസ് സാറിൻ്റെ നാടുമായി ബന്ധപ്പെട്ടു. സാറിൻ്റെ കുടുംബമൊക്കെ അവിടുന്ന് വിറ്റുപെറുക്കി പോയെന്ന് അറിയാനായത്. ചുരുക്കി പറഞ്ഞാൽ സാറിനെ അന്വേഷിച്ച് വരാൻ പോലും ആരുമില്ല. 3 പെങ്ങന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. ആരുമില്ല. സാറിന് അച്ഛനും ഒരേട്ടനും മാത്രമേ ഉള്ളൂ. 2 ആളും മരിച്ചുപോയി. അതല്ലേ ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ നമ്മളോട് പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ കളവായിരുന്നു. നേവിന്ന് ആളെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഡാമിൽ മുങ്ങിത്തപ്പാനാ തീരുമാനം. എവിടെയെന്ന് കണ്ട് മുങ്ങാനാ? അവർ 4-5 പേരുണ്ട്. എല്ലാം മുങ്ങൽ വിദഗ്ധരാ. ഡാമിൽ ബോഡിയുണ്ടെങ്കിൽ അവർ കരയ്ക്കെടുത്തിരിക്കും. ചന്ദ്രദാസിന് ജലത്തിൽ നിന്ന് മണ്ണിലേക്ക് മോചനം കിട്ടാൻ പോകുന്നു. മുകുന്ദനുണ്ണി? ക്വാർട്ടേഴ്സിന്റെ വരാന്തയിൽ നിന്ന് SI പ്രശോഭൻ വിളിച്ചു. മുകുന്ദനുണ്ണി പടവുകൾ കയറി വരാന്തയിലേക്ക് ചെന്നു. CI അയാളെ നോക്കി. ആളിനെ മനസ്സിലായ ഭാവം CIയുടെ മുഖത്തുണ്ടായി. നിങ്ങളുടെ നാട്ടിൽ അത്യാഹിതങ്ങൾ കൂടി വരികയാണല്ലോ. ആദ്യം ഒരു ടീച്ചർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ അവരെ കെട്ടാനിരുന്ന ആൾ മിസ്സിംഗ് ആയി. തമാശ കലർത്തിയാണ് CI പറഞ്ഞത്. മുകുന്ദനുണ്ണി ഇടയ്ക്കിടെ ഇവിടെ വരാറില്ലേ? SI പ്രശോഭൻ ചോദിച്ചു. വരാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാ. കാണാതായെന്ന് പറയുന്ന ദിവസം നിങ്ങൾ ഇവിടെ വന്നിരുന്നോ? ഇല്ല, വെറ്റില നുള്ളുന്ന ദിവസമായിരുന്നു. സാറിനെ പകൽ കണ്ടില്ല. വൈകുന്നേരം ഇടിയും മഴയുമായിരുന്നു. പുറത്തിറങ്ങാനായില്ല. 7 മണിക്കടുപ്പിച്ച് ചന്ദ്രദാസ് സാർ എന്നെ വിളിച്ചായിരുന്നു. എന്തിന്? മിലിറ്ററി കോട്ട ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ക്യാൻറ്റീനിൽ പോയില്ലാന്ന് ഞാൻ പറഞ്ഞു. കച്ചവടമൊന്നുമല്ല സാറേ, ഞാൻ കഴിക്കാറില്ല. സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ പണിക്കാർക്ക് വേണ്ടി കോട്ട വാങ്ങും. സാറ് നന്നായി കഴിക്കുന്ന ആളാ. ഒരു കുപ്പി പുള്ളിക്കും കൊടുക്കും. ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. സാർ, അവർ ഡാമിലിറങ്ങാൻ റെഡിയായി നിൽക്കുക. CIയും പ്രശോഭനും അങ്ങോട്ട് നടന്നു. പിന്നാലെ ആൾക്കാർക്കൊപ്പം മുകുന്ദനുണ്ണിയും നീങ്ങി. ഡാമിൻ്റെ ഇരുവശത്തും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. റിംഗ് റോഡിലൂടെ ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നു. ചന്ദ്രദാസിനെ വെള്ളത്തിലേക്ക് തള്ളിയ ഭാഗത്ത് വന്ന് മുകുന്ദനുണ്ണി നിലയുറപ്പിച്ചു. ലൈവായി കാണണമെങ്കിൽ അവിടെ നിൽക്കണമെന്ന് അയാൾ ഓർത്തു.
നേവിയിലെ മുങ്ങൽ വിദഗ്ധർ 2 ലൈഫ് ബോട്ടിൽ ഡാമിലൂടെ തുഴഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഒരു വള്ളത്തിൽ സിഐയും സംഘവും ഡാമിലിറങ്ങി. വേറെ 2 ചെറുവള്ളങ്ങൾ കൂടി പ്രത്യക്ഷപ്പെട്ടു. അതിൽ പ്രദേശവാസികളായിരുന്നു. സമയം നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. മുങ്ങിത്തപ്പാത്തതിൻ്റെ നീരസം കരയിൽ നിന്നവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. വെള്ളത്തിന് മീതെയുള്ള തിരച്ചിൽ പൂർത്തിയായി. മുങ്ങൽ വിദഗ്ധർ ഡാമിലേക്കിറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തി. വിവരമറിഞ്ഞെത്തിയ മീഡിയക്കാർ ആൾക്കാർക്കിടയിലൂടെ ക്യാമറയുമായി മുന്നോട്ടേക്ക് തള്ളിക്കയറി സ്ഥാനമുറപ്പിച്ചു. നാട്ടുകാർ തുഴഞ്ഞു നീങ്ങിയ ചെറിയ വള്ളം മുകുന്ദനുണ്ണി നിന്ന ഭാഗത്തിലൂടെ കടന്നുപോയി. അമരത്തിരുന്ന് തുഴഞ്ഞ ചെറുപ്പക്കാരൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ എന്തോ കാണുന്നു. അവർ നിൽക്കുന്നത് കൃത്യസ്ഥലത്താണെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി. സാറേ, അവൻ ഉച്ചത്തിൽ വിളിച്ചു. ഇരുവശത്തു നിന്നും ആൾക്കൂട്ടത്തിൽ ഇരമ്പലുണ്ടായി. നേവിക്കാരുടെ ലൈഫ് ബോട്ടുകൾ അവിടേക്ക് വന്നു. പിന്നാലെ പോലീസ് വള്ളവും. ജലപ്പരപ്പിലേക്ക് വീഡിയോ ക്യാമറകൾ തിരിഞ്ഞു. നേവിക്കാർ സ്പോട്ടിൽ വന്ന് ലൈഫ് ബോട്ടിൽ റൗണ്ട് വെച്ച് വെള്ളത്തിലേക്ക് നോക്കി. എന്തെങ്കിലും കാണുന്നുണ്ടോ? CI വിളിച്ചു ചോദിച്ചു. യെസ് സാർ. 2 പേർ സന്നാഹത്തോടെ വെള്ളത്തിലേക്ക് ചാടി ഊളയിട്ട് മറിഞ്ഞു. ഡാമിലെ വെള്ളം ഇളകി. വള്ളങ്ങൾ ഉലയാൻ തുടങ്ങി. മുകുന്ദനുണ്ണി ഉന്മാദം പൂണ്ടു നിന്നു. ജലത്തിന് മുകളിലേക്ക് ഉയർന്നു വരുന്ന മീനുകൾ കൊത്തി വീർത്ത ചന്ദ്രദാസിന്റെ ശവശരീരം കാണാൻ ജനം ശ്വാസമടക്കി പിടിച്ച് കരയിൽ നിന്നു. വെള്ളത്തിലേക്ക് ഊളിയിട്ട 2 പേരും പെട്ടെന്ന് ഉയർന്നു വന്നു. കാഴ്ചക്കാർ അടുത്ത ദൃശ്യത്തിനു വേണ്ടി കണ്ണുറപ്പിച്ചു. അതിലൊരാൾ ലൈഫ് ബോട്ടിലേക്ക് എറിഞ്ഞത് ഒരു റെയിൻകോട്ടായിരുന്നു. മുകുന്ദനുണ്ണിക്ക് ഒന്നും മനസ്സിലായില്ല. ലൈഫ് ബോട്ടിലുണ്ടായിരുന്ന ഒരാൾ മഴക്കോട്ട് നിവർത്തി നോക്കി. ബോഡി അവിടെയുണ്ടെന്ന നിഗമനത്തിൽ ആളുകളെത്തി. മഴക്കോട്ട് ചന്ദ്രദാസിൻ്റേതാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. 2 പേരും വീണ്ടും വെള്ളത്തിലേക്ക് ഊളിയിട്ടു. ജനത്തിൻ്റെ നെഞ്ചിടിപ്പേറി. ഓരോ തവണ അവർ പൊങ്ങി വരുമ്പോഴും ജനത്തിൻ്റെ ഉള്ളിൽ പ്രതീക്ഷ ഏറും. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മുങ്ങിത്താണ് മറ്റൊരു സ്ഥലത്തേക്ക് അവർ ഉയർന്നു വരും. 2 പേർ കൂടി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. നീന്തലറിയാവുന്ന നാട്ടുകാരിൽ ചിലരും വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ സ്പോട്ടിൽ നിന്ന് അവർ അകന്നുപോയപ്പോൾ മുകുന്ദനുണ്ണി നിരാശനായി. അടിയൊഴുക്കുണ്ടെങ്കിൽ ശവം ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് അയാൾ ഓർത്തു. ജനം അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. 2 മണിയോടെ വെള്ളത്തിലേക്കിറങ്ങിയ നേവിക്കാർ ലൈഫ് ബോട്ടിൽ കയറി. തിരച്ചിൽ ഭക്ഷണത്തിന് ശേഷമാകാമെന്ന് തീരുമാനമായി. മുകുന്ദനുണ്ണി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. എവിടെ നിന്നോ അശോകനും ഓടി വന്നു. ബോഡി ചേറിൽ പുതഞ്ഞതാവും മുകുന്ദ. അത്രയും താഴ്ചയിലൊന്നും മുങ്ങിത്തപ്പാൻ അവർക്ക് കഴിയില്ല, അശോകൻ അനുമാനം പോലെ പറഞ്ഞു. ആ ഊഹം തന്നെയായിരുന്നു മുകുന്ദനുണ്ണിക്കും. ഞാൻ അപ്പോഴേ കുഞ്ഞുമോനോട് പറഞ്ഞതാ, ഇത് കുളവോ കിണറോ ആണോ? 4-5 പേർ മുങ്ങിയാലൊന്നും ചേറിൽ പുതഞ്ഞ ബോഡി കണ്ടെത്താനാവില്ല. പുറമേ നിന്ന് നമ്മൾ കാണുന്നത് പോലെയൊന്നും അല്ല, നല്ല അടിയൊഴുക്കുണ്ട്. അശോകൻ ആകാശത്തിലേക്ക് നോക്കി. ഇനി തിരച്ചിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. മഴക്കോള് കണ്ടു തുടങ്ങി. മുകുന്ദൻ വണ്ടിയിൽ കയറി. മറുവശത്ത് വന്ന് അശോകനും കയറി. ബൊലേറോ മുകുന്ദനുണ്ണി അവിടെയിട്ട് തിരിച്ചു. ഇനി ഏറിയ 2 മണിക്കൂർ കൂടി തിരയാമെന്ന് മാത്രം. അയാളുടെ ബോഡി ഡാമിലുണ്ടെങ്കിൽ എത്ര ആഴത്തിലാണെങ്കിലും നാളെ അത് പൊന്തുക തന്നെ ചെയ്യും. പണി മെനക്കെടുത്തി നമ്മളിവിടെ നിന്നിട്ട് ഒരു മെച്ചവുമില്ല, മുകുന്ദനുണ്ണി പറഞ്ഞു. അപ്പോൾ നാളെ അറിയാം ചന്ദ്രദാസ് സാറിൻ്റെ ബോഡി ഡാമിലുണ്ടോ എന്ന്. അതെ. ഊണ് കഴിച്ചിട്ട് മുകുന്ദൻ വരുന്നില്ലേ? എന്നത്തിന് അശോക വെറുതെ സമയം കളയുന്നത്? ചാഞ്ഞ കുറേ വാഴ പിടിച്ചു കെട്ടാനുണ്ട്. കാറ്റിലും മഴയിലും അത് കുറേ നശിച്ചു. അശോകനെ റോഡിലേക്ക് ഇറക്കിയിട്ട് മുകുന്ദനുണ്ണി ഗേറ്റ് കടന്നു. ദേവയാനി വരാന്തയിൽ ഇരിപ്പുണ്ട്. നാളെ കൂടി അവളുടെ കാത്തിരിപ്പ് തുടരും എന്ന് അയാൾ ഓർത്തു. പിന്നെ അവൾ അറിയാൻ പോകുന്നത് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൾ എഴുന്നേറ്റു. തിരച്ചിൽ നടക്കുന്നു എന്ന് മോളിക്കുട്ടി പറഞ്ഞു. അയാൾ വരാന്തയിലേക്ക് കയറി. നേവിന്ന് ആള് വന്നല്ലേ മുങ്ങിത്തപ്പ് നടത്തുന്നത്? ചന്ദ്രദാസ് നിസ്സാരക്കാരനല്ലല്ലോ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലേ, അതിൻ്റെ ചൂടുണ്ടാകും. അയാൾ അകത്തേക്ക് പോയി. ദേവയാനി ഊണെടുത്തു വെച്ചു. മുകുന്ദനുണ്ണി കൈ കഴുകി വന്നിരുന്നു. കഴിക്കാൻ തുടങ്ങി. അയാളിൽ നിന്ന് വിവരങ്ങളറിയാൻ അവൾ കാതോർത്തു. ബന്ധുക്കളായി ആരും വന്നില്ല. അയാൾ നമ്മളോട് പറഞ്ഞതൊക്കെ നുണകളാ.
ദേവയാനിയുടെ ഉള്ള് പിടഞ്ഞു. എന്താ? മലപ്പുറത്തൊന്നും അല്ല അയാളുടെ സ്ഥലം, പാലക്കാടാ. ബന്ധുക്കളെന്ന് പറയാൻ ഒരച്ഛനും ഏട്ടനും മാത്രം. അവർ മരിച്ചുപോയെന്നാ കുഞ്ഞുമോനിൽ നിന്ന് അറിഞ്ഞത്. അവളുടെ മനസ്സ് പൊള്ളിയെന്ന് അയാൾക്ക് മനസ്സിലായി. കുറേശ്ശെ പൊള്ളണം. ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം അറിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന സുഖം കുറഞ്ഞു പോകും. 3 പെങ്ങന്മാരുടെ കഥ പറഞ്ഞത് പച്ചക്കള്ളവാ. അവരെ കെട്ടിച്ചു വിട്ട ബാധ്യതകൾ കൊണ്ട് സ്വന്തം കാര്യം മറന്നുപോയെന്നല്ലേ പറഞ്ഞത്? നോണ. അയാൾക്ക് പെങ്ങന്മാരേയില്ല. ഇതൊക്കെ എന്നാത്തിനാ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്തേ. ഈശ്വര. ദേവയാനിയുടെ ഉള്ളം തേങ്ങി. എത്ര വലിയ കള്ളം ആളുകൾ ഒളിപ്പിച്ചു വെച്ചാലും അത് പുറത്തു വരും. കാരണം എന്നതാണെന്നറിയാവോ? കള്ളത്തിന് മറുവശമുണ്ട്. അതാണ് സത്യം. രാത്രിയും പകലും പോല രണ്ടും. അയാൾ അവളെ നോക്കാതെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നു. വൈകിട്ടും തിരച്ചിലുണ്ടെന്നാ കേട്ടത്. കുറേ ഊളിയിട്ട് നീന്തി കുളിക്കാമെന്ന് മാത്രം. ഇവർക്കൊന്നും ഡാമിനെപ്പറ്റി അറിയില്ല. ഞാനും നാരായണൻകുട്ടിയും വേനൽക്കാലത്ത് കളിച്ചു നടന്ന സ്ഥലവാ. ധാരാളം മരക്കുറ്റികളുണ്ട്. അതിൽ കുരുങ്ങിക്കിടപ്പുണ്ട്. കണ്ണും ചുണ്ടുമൊക്കെ മീൻ കൊത്തിപ്പറിച്ചിട്ടുണ്ടാവും. ഉണ്ണിയേട്ടാ. അസഹ്യതയോടെ അവൾ വിളിച്ചു. എന്താ? നിനക്കിഷ്ടപ്പെട്ടില്ലേ? കൂർത്തൊരു ചോദ്യമായിരുന്നു. ഊണ് കഴിക്കുകയാണല്ലോ എന്ന ചിന്ത പോലും ഉണ്ണിയേട്ടന് ഇല്ലല്ലോ. ദേവയാനി അടുക്കളയിലേക്ക് പോയി. അധിക നേരം അവൾക്ക് തൻ്റെ മുൻപിൽ നിൽക്കാനാവില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. 4 മണിയോടെ പറമ്പിലേക്കിറങ്ങാമെന്ന് മുകുന്ദനുണ്ണി കരുതിയെങ്കിലും മഴ വന്നതോടെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. മഴ പെയ്യുന്നത് നോക്കി അയാൾ വരാന്തയിലെ കസേരയിൽ ഇരുന്നു. മനസ്സ് തണുത്തു കഴിഞ്ഞിരുന്നു. മഴയിലൂടെ വന്ദന കുടയ്ക്കുള്ളിൽ ഒതുങ്ങി വരുന്നത് അയാൾ കണ്ടു. കുടമടക്കി വരാന്തയിൽ കയറിയ അവളുടെ മുഖത്ത് ഉത്കണ്ഠ മുറ്റി നിന്നിരുന്നു. എന്നതാ അച്ഛാ കേൾക്കുന്നത്? മോൾ അറിഞ്ഞോ? ചന്ദ്രദാസ് അങ്കിളിനെ ഇന്നലെ മുതൽ കാണാനില്ലെന്ന്. അച്ഛൻ അങ്ങോട്ട് പോയില്ലേ? ഞാനിപ്പോഴാ അവിടെ നിന്ന് വരുന്നത്. നേവിന്ന് മുങ്ങൽ വിദഗ്ധരൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെയും ബോഡി കിട്ടിയിട്ടില്ല. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവളുടെ മുഖത്ത് നടുക്കമുണ്ടായി. ഡാമിൽ വീണതാണെന്ന് ഉറപ്പുണ്ടോ? ആരും അതിന് സാക്ഷികളില്ലല്ലോ, അവൾ ചോദിച്ചു. ദേവയാനി വാതിൽക്കൽ വന്നു നിന്നു. കാണാനില്ലെന്ന് കേട്ടയുടൻ ഡാമിൽ മുങ്ങിത്തപ്പുന്നത് കഷ്ടമല്ലേ? അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ടല്ലേ മോളെ നേവിന്ന് ആളെ വരുത്തിയത്? പാവം അങ്കിൾ, എന്ത് സ്നേഹമായിരുന്നു ഞങ്ങളോടൊക്കെ. മോളേന്ന് തികച്ചു വിളിക്കില്ല. മുകുന്ദനുണ്ണി പുകഞ്ഞുപോയി. ആരും കരുതുന്ന പോലൊന്നും ആയിരിക്കല്ലേ എന്ന എൻ്റെ പ്രാർത്ഥന. അങ്കിൾ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. അവൾ അകത്തേക്ക് കയറിപ്പോയി. നാളെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. 3 മക്കൾക്ക് ജന്മം നൽകിയിട്ടും അന്ത്യകർമ്മങ്ങൾ ഏറ്റുവാങ്ങാനുള്ള വിധിയില്ലാതെ ഏതെങ്കിലും ചുടുകാട്ടിൽ കത്തി ചാരമാവും. പിന്നീട് വന്നത് വൃന്ദയും ഉണ്ണിമോളുമായിരുന്നു. അവർ വരാന്തയിൽ കയറിയപ്പോൾ അയാൾ എഴുന്നേറ്റ് ചെന്നു. നനഞ്ഞല്ലോ മക്കളെ. ചുമലിൽ കിടന്ന തോർത്തെടുത്ത് അയാൾ 2 പേരുടെയും തല തുവർത്തി. പിന്നെ നെറുകയിൽ ഉള്ളം കൈകൊണ്ട് ഉരസി നീര് കളഞ്ഞു. അച്ഛാ, ചന്ദ്രദാസ് അങ്കിൾ ഡാമിൽ വീണോ? വൃന്ദയാണ് ചോദിച്ചത്. ആരാ നിങ്ങളോടിതൊക്കെ പറഞ്ഞത്? കുട്ടികളാ. ആളുകൾ വെറുതെ ഓരോന്ന് പറയുക. അയാൾ ആരോടും പറയാതെ എവിടേക്കോ പോയതാ. പിന്നെ ഡാമിൽ മുങ്ങി നോക്കാൻ ആളുകൾ വന്നതോ? അങ്കിൾ വെള്ളത്തിൽ മരിച്ചു കിടക്കുവാന്നാ കുട്ടികളൊക്കെ പറയുന്നേ. ഒരാളെ കാണാതായാൽ ജോലിസ്ഥലത്തൊക്കെ അന്വേഷിക്കില്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെന്ന് ചായ കുടിക്കേ. അവർ അകത്തേക്ക് പോയി. മുകുന്ദനുണ്ണി അശോകൻ്റെ സെല്ലിലേക്ക് വിളിച്ചു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത ആളായതുകൊണ്ട് അശോകൻ വീണ്ടും ഡാമിലേക്ക് പോയിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നു. അശോക, തിരച്ചിൽ നടക്കുന്നുണ്ടോ? കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നേവിക്കാർ തിരിച്ചുപോയി. നാളെ രാവിലെ തുടങ്ങുമെന്നാണ് കേട്ടത്. മുകുന്ദൻ വന്നിട്ട് കാര്യമില്ല. എന്നാ ശരി. മുകുന്ദനുണ്ണി ഫോൺ കട്ടാക്കി. കുളി കഴിഞ്ഞ് വന്ന് മുകുന്ദനുണ്ണി TV ഓൺ ചെയ്തു. ദേവയാനി ചൂട് ചായ ടീപ്പോയിൽ കൊണ്ടുവച്ചിട്ട് പോയി. ന്യൂസിൽ കാണിക്കുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. ഫ്ലാഷ് ന്യൂസ് കടന്നു പോകുന്നുണ്ടായിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാനില്ല. മലങ്കര ഡാമിൽ നിന്ന് കാണാതായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചന്ദ്രദാസിനെ പറ്റി പോലീസിന് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വന്ദനയും വൃന്ദയും അങ്ങോട്ട് വന്നു. ന്യൂസിലുണ്ടോ അച്ഛാ? അടിയിൽ ചെറുതായി എഴുതി കാണിക്കുന്നുണ്ട്. 7-നുള്ള ന്യൂസിൽ കാണും. 7-നുള്ള ന്യൂസിൽ വിശദമായ വാർത്ത വന്നു. എല്ലാവരും TV യുടെ മുന്നിലുണ്ടായിരുന്നു.
വാർത്ത വായിച്ച് ന്യൂസ് റീഡർ പോയപ്പോൾ മൈക്കുമായി റിപ്പോർട്ടർ വന്നു. മലങ്കര ഡാമിലെ തിരച്ചിലും ആൾക്കൂട്ടവും അവർ കണ്ടു. അതാ കുഞ്ഞുമോൻ അങ്കിൾ, വൃന്ദ വിളിച്ചു പറഞ്ഞു. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന കുഞ്ഞുമോൻ വാക്കുകൾ ഒതുക്കി സംസാരിച്ചു. അച്ഛനെ കണ്ടില്ലല്ലോ. ഉണ്ണിമോൾ അയാളുടെ പുറത്ത് തട്ടി. അച്ഛൻ ഫ്രെയിമിന് പുറത്താ മോളെ. മുകുന്ദനുണ്ണി മനസ്സിൽ ചിരിച്ചു. ഇതിനു മുമ്പേ അച്ഛൻ TV ന്യൂസിൽ നിറഞ്ഞു നിന്നതല്ലേ മോളെ. മുകുന്ദനുണ്ണി ചിരിച്ചെങ്കിലും മറ്റുള്ളവർ സങ്കടപ്പെട്ടിരുന്നു. സെൽ റിംഗ് ചെയ്തപ്പോൾ മുകുന്ദനുണ്ണി ടീപ്പോയിൽ നിന്ന് എടുത്തു. ഡിസ്പ്ലേയിലേക്ക് നോക്കിയപ്പോൾ ഉള്ളിലൊരു നടുക്കമുണ്ടായി. CI ഇക്ബാൽ മുഹമ്മദ്. ഫോണുമായി അയാൾ വരാന്തയിലേക്ക് പോയി. ഹലോ സാർ. അയാൾ കേട്ടത് ചിരിയായിരുന്നു. അയാളിപ്പോൾ തനിക്ക് അപകടകാരിയാണെന്ന് മുകുന്ദനുണ്ണി ഓർത്തു. ഒരു ചൊല്ലുണ്ടല്ലോ മുകുന്ദനുണ്ണി, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. വീണ്ടും ചിരി കേട്ടു. മുകുന്ദനുണ്ണി മനസ്സുറപ്പിച്ച് നിന്നു. നിങ്ങൾ ആ പോയിന്റിൽ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഒരു സാധാരണക്കാരനായ സോൾജിയർ ആയിരുന്നില്ല നിങ്ങൾ. എൻ്റെ ഊഹം പിഴച്ചില്ല. എന്നതാ സാറേ? വേണ്ട, ഇത് ഇക്ബാൽ മുഹമ്മദാണ് മുകുന്ദനുണ്ണി. നിങ്ങൾക്കും ഒരു പടി മുന്നിലാ ഇക്ബാൽ മുഹമ്മദിൻ്റെ സ്ഥാനമെന്ന് മറക്കണ്ട. മുകുന്ദനുണ്ണി മിണ്ടിയില്ല. TV-യിൽ ന്യൂസ് കണ്ടു. ഇത്രയും വേഗം താൻ ഫിനിഷിംഗ് പോയിന്റ് കടക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു തെളിവും ബാക്കി വെക്കാതെയാ താനത് ചെയ്തതെന്ന് എനിക്കറിയാം. എങ്ങനെ തീർത്തു? ആളുകൾ പറയുന്നത് പോലെ ഡാമിൽ തന്നെ ഉണ്ടോ ബോഡി? മുകുന്ദനുണ്ണി അതിനും മറുപടി പറഞ്ഞില്ല. താൻ പേടിക്കാതെടോ. ചന്ദ്രദാസ് വധക്കേസ് അന്വേഷിക്കാൻ ഇക്ബാൽ മുഹമ്മദ് വരില്ല. അതിനുവേണ്ടി ആര് നിർബന്ധിച്ചാലും CI ഇക്ബാൽ മുഹമ്മദ് നോ പറയും. സാറേ. മുകുന്ദനുണ്ണിയുടെ ഒച്ചയിടറി. താൻ തൻ്റെ മക്കളുടെ കൂടെ സമാധാനത്തോടെ ജീവിക്ക്. കോൾ കട്ടായി. മുകുന്ദനുണ്ണി സമാധാനത്തോടെ നിശ്വസിച്ചു. അയാൾക്ക് തന്നെ ഒറ്റിക്കൊടുക്കാനാവില്ല എന്ന് മുകുന്ദനുണ്ണി ഓർത്തു. തൻ്റെ കയ്യിലൊരു ആയുധമെടുത്തു വെച്ച് തന്നത് അയാളാണ്. പടയാളിക്ക് ആയുധം പൂജിക്കാനുള്ളതല്ലെന്ന് അയാൾക്ക് അറിയാം. ഇക്ബാൽ മുഹമ്മദിന് മനസ്സുകൊണ്ട് മുകുന്ദനുണ്ണി സല്യൂട്ട് ചെയ്തു. രാവിലെ കൊച്ചുണ്ണിക്കൊപ്പം മുകുന്ദനുണ്ണി പറമ്പിലേക്കിറങ്ങി. കാറ്റിലും മഴയിലും ചാഞ്ഞ വാഴകൾ കുറ്റിയടിച്ച് പിടിച്ചുയർത്തി നിർത്തി. കനത്ത മഴയിലും കാറ്റിലും കുല വന്ന 25ഓളം വാഴകൾ ഒടിഞ്ഞു വീണിരിക്കുന്നു. തനിക്കതൊന്നും നഷ്ടമേ അല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. മുകുന്ദ, മുകുന്ദ. മുകളിലെ റോഡിലൂടെ അശോകൻ ഓടി വരുന്നുണ്ടായിരുന്നു. വലത് കൈയിൽ കൊടി പോലെ അയാൾ തോർത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മുകുന്ദനുണ്ണി കയർ കളഞ്ഞിട്ട് വാഴത്തടത്തിൽ നിന്ന് ഇറങ്ങി. റോഡിൽ നിന്ന് അശോകൻ കിതച്ചു. പൊന്തി, ശവം പൊന്തി. ചന്ദ്രദാസ് സാറിൻ്റെ ശവം പൊന്തി. അയാൾ വിളിച്ചു പറഞ്ഞു. എവിടെയാ? ഡാമിൻ്റെ തെക്കുഭാഗത്ത് ആഞ്ഞിലിക്കടവിൽ. തലയും പാതി ഉടലും മാത്രമേ വെള്ളത്തിൽ പൊന്തിയിട്ടുള്ളൂ. ഞാൻ എല്ലാവരെയും വിവരം അറിയിക്കട്ടെ. അശോകൻ ഓടി. ചുറ്റികയുമായി കൊച്ചുണ്ണി വന്നു. ജഡം പൊന്തിയല്ലേ? അത് സ്വാഭാവികമല്ലേ കൊച്ചുണ്ണി? പണി നിർത്താം. കൊച്ചുണ്ണി ചെല്ല്. മുകുന്ദനുണ്ണി ചുറ്റിക വാങ്ങി. നിലത്ത് കിടന്ന കയർ ചുരുട്ടിക്കൊടുത്തിട്ട് കൊച്ചുണ്ണി ധൃതിയിൽ റോഡിന് നേരെ നടന്നു. ഇനി താൻ അവിടെ വേണം. അയാൾ വീടിന് നേരെ നടന്നു. ചുറ്റികയും കയറും ഷെഡിനുള്ളിൽ ഇട്ടതിന് ശേഷം തുറന്നു കിടന്ന അടുക്കളവാതിലിലൂടെ അകത്തേക്ക് കയറി. കിച്ചൺ സ്ലാബിൽ ചാരി ദേവയാനി എന്തോ ഓർത്തു നിൽക്കുകയാണ്. അവൾ മറ്റേതോ ലോകത്താണെന്ന് അയാൾക്ക് തോന്നി. താൻ കയറി വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഉള്ളിൽ ലാവയായി കിടന്ന അപമാനവും പകയും ആത്മനിന്ദയുമെല്ലാം അയാളിൽ നിന്ന് സ്ഫോടനത്തോടെ പൊട്ടിയൊഴുകി. നീ ഓർത്തു നിൽക്കുന്നവൻ വെള്ളത്തിൽ പൊന്തി വന്നടി. ദേവയാനി ഞെട്ടി ഉയർന്നു. ഇതുവരെ കാണാത്ത മുകുന്ദനുണ്ണിയുടെ മുഖമാണ് അവൾ കണ്ടത്. ദേവയാനി ഭയന്നുപോയി. നെഞ്ചുപൊട്ടി കരയേണ്ട നിമിഷമാണിടി വഞ്ചകി നിനക്കിപ്പോൾ. ചത്തുപൊന്തി നിന്റെ കാമുകൻ. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ ദേവയാനിക്ക് തോന്നി. എന്താ ഉണ്ണിയേട്ടൻ പറഞ്ഞത്? 17 വർഷം ഒന്നിച്ച് ജീവിച്ച നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നീ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ അന്ന് അതിൻ്റെ വാസ്തവം എനിക്കറിയാൻ കഴിയാതെ പോയി. ദേവയാനി വിറച്ചു. അത് മനസ്സിലാക്കാൻ ഒരു പെണ്ണ് അരുംകൊല ചെയ്യപ്പെടേണ്ടി വന്നു. നീയും നിന്റെ വീട്ടുകാരും എന്നെ ചതിക്കാൻ തുടങ്ങിയത് എവിടെ മുതലാണെന്ന് എനിക്കറിയാവടി. സമരം കാരണം കോളേജിൽ നിന്ന് തിരിച്ചു വന്ന വന്ദന വരാന്തയിൽ കയറുമ്പോൾ മുകുന്ദനുണ്ണിയുടെ ഒച്ചത്തിലുള്ള ശബ്ദം കേട്ടു. അവൾ വാതിൽ തുറന്ന് ഹാളിലേക്ക് കയറി.
നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമ്പോൾ നിന്റെ ഉള്ളിൽ ജീവൻ്റെ മറ്റൊരു തുടിപ്പുണ്ടായിരുന്നു. ചന്ദ്രദാസിൻ്റെ ഭ്രൂണവും പേറിയ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. വന്ദന നടുങ്ങിത്തരിച്ച് നിന്നുപോയി. ദേവയാനിയുടെ തലച്ചോറിൽ മേഘഗർജനങ്ങൾ മുഴങ്ങി. ചിന്താമണ്ഡലങ്ങളിൽ തീ ആളിപ്പടർന്നു. എൻ്റെ വന്ദന മോളുടെ അച്ഛൻ അവനാ. വന്ദന ചുവരിലേക്ക് ചാഞ്ഞു. ഉണ്ണിയേട്ടാ, അരുതേ. ദേവയാനി പൊട്ടിക്കരഞ്ഞു. അവിടം കൊണ്ട് തീർന്നിട്ടില്ലടി. അവൾക്ക് താഴെയുള്ള എൻ്റെ 2 മക്കളുടെ അച്ഛനും അവൻ തന്നെ. ഡാമിൽ പൊന്തിയ ആ ശവം. കരച്ചിൽ നിലച്ച് ദേവയാനി അയാളെ തുറിച്ചു നോക്കി. അച്ഛന് ഭ്രാന്ത് പിടിച്ചോ എന്ന് വന്ദന പെട്ടെന്ന് ഓർത്തുപോയി. ഉണ്ണിയേട്ടൻ ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? ഞാൻ പ്രസവിച്ചത് ഉണ്ണിയേട്ടൻ്റെ മക്കളെയാ, സത്യം. താൻ കാത്തിരുന്ന നിമിഷമാണ് ഇതെന്ന് മുകുന്ദനുണ്ണി മനസ്സിൽ മന്ത്രിച്ചു. തനിക്കൊരു കുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള കഴിവില്ലെന്നറിഞ്ഞിട്ടും തെളിയിക്കപ്പെട്ടിട്ടും മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. 2 തവണ ദേവുവിന് തന്നെ ചതിക്കാൻ കഴിയില്ല എന്ന വിശ്വാസം. അത് അവളിൽ നിന്ന് അറിയേണ്ട നിമിഷമാണിത്. എങ്കിപ്പറ, നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നതിനു മുമ്പും വന്ദന ജനിച്ചതിന് ശേഷവും നീയും ചന്ദ്രദാസും തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. ഉടൽ പിളർന്ന് 2ആയി മാറുന്നതുപോലെ ദേവയാനിക്ക് തോന്നി. പറയടി, നീ എൻ്റെ ഭാര്യയായിട്ടും എന്നെ ചതിച്ചിട്ടില്ല എന്ന് പറയടി. ദേവയാനി മുഖം പൊത്തി കരഞ്ഞു. കാട്ടുമൃഗത്തെ പോലെ മുകുന്ദനുണ്ണി മുരണ്ടു. ഇനിയൊരു പ്രതീക്ഷയും വേണ്ട, എല്ലാം സത്യമാണ്. ഇനിയും എന്നെ ചതിക്കാൻ നിനക്ക് കഴിയില്ലടി. ഞാനിതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നാവും നീ ചിന്തിക്കുന്നത്. പറയാവിടി. വിവാഹത്തിനു മുമ്പ് മിലിറ്ററിയിലായിരുന്നപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് സ്പേം കൗണ്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് മനസ്സിലാക്കാതെ ഞാൻ ജീവിച്ചത് 18 വർഷം. ആശ ടീച്ചർ വധക്കേസിൽ നിന്ന് സെമൻ ടെസ്റ്റിലൂടെ ഞാൻ രക്ഷപ്പെടുമ്പോൾ ഒരിക്കലും പുറം ലോകം അറിയാതെ പോയ ഒരു സത്യം വെളിച്ചത്ത് വന്നു. നിന്റെ 3 മക്കളുടെ അച്ഛനും മുകുന്ദനുണ്ണി അല്ലെന്ന്. ചുവരിൽ തലയറിഞ്ഞ് കരയാൻ വന്ദനയ്ക്ക് തോന്നി. ജീവൻ പറഞ്ഞ നിലയിൽ ദേവയാനി നിന്നു. അതറിഞ്ഞ നിമിഷം മുതൽ നെഞ്ചടക്കി പിടിച്ച് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ സ്വന്തമാക്കാനുള്ള പരക്കം പാച്ചിലായിരുന്നു ഞാൻ. ഒടുവിൽ ഞാൻ ആ സത്യം മനസ്സിലാക്കി. നിന്റെ അയൽവാസിയാണ് ചന്ദ്രദാസ് എന്ന്. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന്. നിഷേധിക്കാവൂടി നിനക്ക്? അവൻ്റെ പെട്ടിയിൽ നിന്ന് നിന്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വന്ദനയുടെ കാതുകൾ കൊട്ടിയടച്ചുപോയി. എന്തൊക്കെയാണ് കേൾക്കുന്നത്? അമ്മയും ചന്ദ്രദാസങ്ങളും തമ്മിൽ എല്ലാം നിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ കാത്തിരുന്നതാടി ഞാൻ. അതിനു മുമ്പ് അവൻ്റെ ശവം ഡാമിൽ പൊന്താൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. മുകുന്ദനുണ്ണി മുന്നോട്ട് ചെന്നു. ദേവയാനിയുടെ മുന്നിൽ നിന്നു. 4 ഭാഗത്തു നിന്നും വീശിയടിച്ച കൊടുങ്കാറ്റിൽ ദേവയാനി ആടിയുലഞ്ഞു. അവനെ കൊന്ന് ഡാമിൽ തള്ളിയത് ഞാനാടി. മുകുന്ദൻ തന്നെയാ അത് ചെയ്തത്. ദേവയാനിയും ഹാളിൽ മറഞ്ഞു നിന്ന വന്ദനയും ഞെട്ടിവിറച്ചു. മുകുന്ദനുണ്ണിയുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. കാറ്റും മഴയുമുള്ള അന്ന് രാത്രി അവനെ തേടി ഞാൻ ചെന്നു. ഒരു തെളിവും ബാക്കി വെക്കാതെ കൊന്ന് വെള്ളത്തിൽ തള്ളി. 3-ാം നാൾ അവൻ്റെ ശവം വീർത്ത് പൊന്തിയടി. മുകുന്ദനുണ്ണി പൊട്ടിച്ചിരിച്ചു. കണ്ണുകൾ തുറിച്ചുന്തി ദേവയാനി നിന്നു. അയാൾ ഊക്കോടെ നെഞ്ചിൽ അടിച്ചു. ചിൻകൂട്ടിലെ പ്രാണനാ എൻ്റെ മക്കൾ. അവരിൽ ഒരവകാശം പറഞ്ഞ് ഒരുത്തനും വരാൻ പാടില്ല. ഇനി നീ പോലും അവകാശം സ്ഥാപിക്കാൻ നോക്കിയാ എൻ്റെ മക്കൾ പോലും അറിയാതെ നിന്നെയും കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. വന്ദന മുറിയിലേക്ക് ഓടിപ്പോയി. വാതിൽ ചാരി അവൾ ബാഗിനൊപ്പം കട്ടിലിലേക്ക് വീണു. വണ്ടി മുറ്റത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ശബ്ദം അവൾ കേട്ടു. തലയിണയിൽ മുഖം പൂഴ്ത്തി വന്ദന പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷം ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഭയം കൊണ്ട് വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. മുകുന്ദനുണ്ണിയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. എൻ്റെ മക്കൾ പോലും അറിയാതെ നിന്നെയും കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. അവളുടെ വരണ്ട ചുണ്ടുകൾ വിറച്ചു. കൊല്ലും, അച്ഛൻ അമ്മയെയും കൊല്ലും. വന്ദനയുടെ അടഞ്ഞ ഇമകൾക്കിടയിലൂടെ കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. നടുക്കടലിൽ വെച്ച് കുടുംബമെന്ന കപ്പൽ മുങ്ങിത്താഴുകയാണ്. അച്ഛനും അമ്മയും അപരിചിതരാവുന്നു. അമ്മ അച്ഛനെ ചതിച്ചതാണെന്ന് അതിന് അമ്മയ്ക്ക് കഴിയുമോ? ഓർക്കുംതോറും വിറ കൂടുകയാണ്. ചന്ദ്രദാസ് അങ്കിളാണത്രേ തൻ്റെയും വൃന്ദയുടെയും ഉണ്ണിമോളുടെയും ശരിക്കുമുള്ള അച്ഛൻ. ഈശ്വര, ഇതെന്തൊരു വെളിപ്പെടലാണ്! അമ്മയുടെ നാട്ടുകാരനാണത്രേ അയാൾ. അത് അന്വേഷിച്ചറിയാനാണ് കാവിലെ പൂജയുടെ പേരും പറഞ്ഞ് അച്ഛൻ പോയത്. അമ്മയെ കൂടെ കൂട്ടാതെയുള്ള യാത്രയായിരുന്നു. എന്താണ് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? കുറേ നാളായി അമ്മയിൽ പ്രകടമായ മാറ്റങ്ങളുണ്ട്. അച്ഛൻ ഒറ്റപ്പാലത്തേക്ക് പോയ ഉടൻ ചന്ദ്രദാസ് അങ്കിൾ അമ്മയോട് സംസാരിക്കാൻ വന്നത് അവൾ ഓർത്തു.
അച്ഛൻ ഒരിക്കലും കള്ളം പറയില്ല. അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അമ്മ നിശബ്ദയായിരുന്നു. മക്കളെ സ്വന്തമാക്കാൻ വേണ്ടി അച്ഛൻ ചന്ദ്രദാസ് അങ്കിളിനെ കൊന്ന് ഡാമിലെറിഞ്ഞു. ചുണ്ടുകൾ അമർത്തി വന്ദന കരഞ്ഞു. ആരെയും വിശ്വസിച്ചുകൂടാ. ജീവിതത്തിൽ പഠിച്ച പാഠമാണത്. ആദ്യം വഞ്ചന കാണിച്ചത് സുമേഷാണ്. ഇപ്പോൾ അമ്മ. വേണ്ടി വന്നാൽ അച്ഛൻ അമ്മയെയും കൊല്ലും. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അറച്ചറച്ച് അവൾ വാതിൽക്കൽ ചെന്നു. അടുക്കള ചുവരിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്ന് ദേവയാനി കരയുന്നത് അവൾ കണ്ടു. അമ്മേ എന്ന് വിളിക്കാൻ വന്ദനയുടെ നാവ് ചലിച്ചില്ല. അവൾ തിരിഞ്ഞ് മുറിയിലേക്ക് പോയി. വാതിലടച്ച് കുറ്റിയിട്ട ശേഷം കട്ടിലിൽ വീണ് ശബ്ദമില്ലാതെ അവൾ കരഞ്ഞു. മുന്നോട്ട് പോകാനാവാതെ മുകുന്ദനുണ്ണി റിംഗ് റോഡിൽ ബൊലേറോ ഒതുക്കി. ചെറിയ റോഡിലൂടെ ആളുകൾ ചിന്നിച്ചിതറിയ പോലെ ഓടുന്നുണ്ടായിരുന്നു. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. ഡാമിന് മുകളിലുള്ള സിമന്റ് പടവുകളുള്ള കടവിലാണ് ആൾക്കൂട്ടം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണത്. അതൊരു കുളിക്കടവ് കൂടിയാണ്. മുകുന്ദനുണ്ണി തിക്കിത്തിരക്കി മുന്നിലെത്തി. കടവിലെ പടവുകളിൽ പോലീസുകാരുണ്ടായിരുന്നു. ഒരു ലൈഫ് ബോട്ട് കടവിന് നേരെ തുഴഞ്ഞു വരുന്നത് കണ്ടു. ബോട്ടിനൊപ്പം വെള്ളത്തിൽ എന്തോ ഉണ്ടെന്ന് വ്യക്തമായി. ഒരാൾ കുനിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ലൈഫ് ബോട്ട് കടവിൽ അടുത്തപ്പോൾ ആൾക്കൂട്ടം ഇരച്ചു കയറി. മുകുന്ദനുണ്ണിക്ക് ഒന്നും കാണാനായില്ല. പോലീസുകാർ കടവിലേക്ക് ഇറങ്ങാൻ തുനിഞ്ഞ ആൾക്കാരെ നിയന്ത്രിക്കാൻ തുടങ്ങി. വീർത്തു പെരുകിയ അവൻ്റെ മുഖമൊന്ന് കണ്ടിട്ടു പോകാൻ മുകുന്ദനുണ്ണിയുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. രൂക്ഷമായ ദുർഗന്ധത്തിനായി മൂക്കുവിടർത്തി. പടവിന് ഇരുവശവും നിന്ന ആളുകളെ പോലീസ് വകഞ്ഞുമാറ്റി വഴിയൊരുക്കി. കുറേ പേർ ബാലൻസ് തെറ്റി താഴെ വീണു. ഒരു സ്ത്രീയുടെ ഉറക്കെയുള്ള നിലവിളി പിന്നിൽ നിന്ന് മുഴങ്ങി. എൻ്റെ പൊന്നുമോനെ, അമ്മ നിന്നെ ഒന്ന് കണ്ടോട്ടെ. മുടി അഴിച്ചിട്ട് അലമുറയിട്ട് വന്ന 45-നടുത്തുള്ള ഒരു സ്ത്രീയെ 2 പേർ ബലമായി പിടിച്ചിട്ടുണ്ട്. മുകുന്ദനുണ്ണിക്ക് അവളെ മനസ്സിലായി. കറുത്തേടത്ത് മനയിലെ സുഭദ്ര അന്തർജനം. സുഭദ്രേ, അത് കുട്ടനാണോ എന്ന് അറിയില്ല, നീയൊന്നടങ്ങ്. ഒരാൾ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മോനല്ലാതെ പിന്നെ ആരാ? ബോഡിയുമായി നാട്ടുകാരിൽ ചിലരും പോലീസും മുകളിലെത്തി. കാർ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി ബോഡി കിടത്തിയത് മുകുന്ദനുണ്ണിയുടെ കൺമുന്നിലായിരുന്നു. ആ മുഖത്തേക്ക് മുകുന്ദനുണ്ണി നോക്കി. തുറിച്ചുന്തിയ കണ്ണുകൾ, പുറത്തേക്ക് നീട്ടിയ നാവ് കടിച്ചു പിടിച്ചിട്ടുണ്ട്. കുറ്റിത്തലമുടി, വെള്ളം കുടിച്ചു വീർത്ത വയർ, കറുത്തേടത്ത് മനയിലെ മന്ദബുദ്ധി കുട്ടൻ. വാനോളം ഉയർന്ന പ്രതീക്ഷയുടെ ഗോപുരം മനസ്സിൽ ഇടിഞ്ഞു വീഴുന്നത് മുകുന്ദനുണ്ണി അറിഞ്ഞു. സുഭദ്രയുടെ നിലവിളി മറികടന്ന് അയാൾ റിംഗ് റോഡിലൂടെ മുന്നോട്ട് നടന്നു. പൊന്തിയത് അവൻ്റെ ബോഡിയല്ല. ഡാമിൻ്റെ അരഭിത്തിയിൽ കൈകളൂന്നി അയാൾ ജലപ്പരപ്പിലേക്ക് മിഴിയടച്ച് നിന്നു. നിഗൂഢത നെഞ്ചിലേറ്റി മന്ദസ്മിതത്തോടെ ജലാശയം കിടന്നു. നീ ഇതിനുള്ളിൽ ഉറങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം ചന്ദ്രദാസേ. ഫോൺ റിംഗ് ചെയ്തപ്പോൾ പോക്കറ്റിൽ നിന്ന് അയാൾ സെല്ലെടുത്തു. സുകുമാരി അമ്മയുടെ കോളാണ്. ശവം പൊന്തിയ വിവരം അവരും അറിഞ്ഞിരിക്കുന്നു. കോൾ കട്ട് ചെയ്തിട്ട് അയാൾ വണ്ടി കിടന്ന ഭാഗത്തേക്ക് നടന്നു. സുഭദ്രയുടെ നിലവിളി ഉയർന്നുകൊണ്ടേയിരുന്നു. ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി സൽമ റോയിസ്.